നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ ഒളിമ്പിക് ക്വാളിഫയറിൽ അർജന്റീനയ്ക്ക് ആദ്യ വിജയം 2-0 അവർ പെറുവിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആദ്യ കളിയിൽ പരാഗ്വയോട് സമനിലയിൽ കുരുങ്ങി. ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നു. ആ സമയത്ത് ഹവിയർ മഷറാനോ കോച്ച് എല്ലാ ഉത്തരവാദിത്തങ്ങളും താൻ ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ വിജയത്തോടുകൂടി തകർപ്പൻ തിരിച്ചുവരവ് തന്നെ അർജന്റീന നടത്തിയിരിക്കുകയാണ്. ഏകപക്ഷീയമായി 2 ഗോളുകൾക്ക് വിജയിക്കുമ്പോൾ സൂപ്പർ താരം തിയാഗോ അൽമൈഡ അവർക്കായിട്ട് ഗോളടിച്ചു. പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹം ഗോൾ കണ്ടെത്തിയത്. പിന്നെ ലൂസിയാനോ ഗോണ്ടോ അദ്ദേഹം ആദ്യ കളിയിലും അർജന്റീനയ്ക്കായിട്ട് ഗോളടിച്ചിരുന്നു. 2ാം കളിയിലും അദ്ദേഹം ഇതാ ഗോളടിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് പെറുവിനെതിരെ ഇപ്പോൾ അർജന്റീന നേടിയിരിക്കുന്നത്. വെനിസ്വലയിൽ നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കാസ്ട്രോയും സൊളാരിയും ഒരുമിച്ചിറങ്ങി. തൊട്ടുപുറകിലായിട്ട് തിയാഗോ അൽമൈഡയുണ്ടായിരുന്നു. എന്തായാലും കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 2ാം പകുതിയിൽ 83-ാമത്തെ മിനിറ്റിലാണ് തിയാഗോ അൽമൈഡ പെനാൽറ്റിയിലൂടെ അർജന്റീനയെ മുന്നിലെത്തിക്കുന്നത്. തുടർന്ന് കളിയുടെ അവസാനത്തിൽ 87-ാമത്തെ മിനിറ്റിൽ ലൂസിയാനോ ഗോണ്ടോ കൂടി ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് അർജന്റീന സ്വന്തമാക്കി. ഇതോടുകൂടി ഇപ്പോൾ ഗ്രൂപ്പ് ബിയിൽ 2 കളികളിൽ നിന്ന് 4 പോയിന്റുമായിട്ട് അർജന്റീന 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും കോൺമെബോളിൻ്റെ ഒളിമ്പിക് ക്വാളിഫയർ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അർജന്റീനയുടെ അടുത്ത മത്സരം വരുന്നത് ചിലിക്കെതിരെയാണ്. ആ മത്സരം ജനുവരി 31 പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.